നമ്മുടെ നാട്ടിൽ പല പഠന ക്യാമ്പുകളും നടക്കുന്ന വാർത്തകൾ വായിക്കുന്നവരാണ് നമ്മൾ. എന്തിനാണ് ഈ പഠന ക്യാമ്പ് നടക്കുന്നത്? ആളുകളെ പഠിപ്പിക്കാൻ. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പഠന ക്യാമ്പ് അവർ സമൂഹത്തിനിടയിൽ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, ജനങ്ങൾക്കിടയിൽ എങ്ങനെ മാതൃകയായി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറണം എന്നുള്ളതാണ് അവരെ പഠിപ്പിക്കുന്നത്. മതസംഘടനകൾ നടത്തുന്ന പഠന ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസിയാവണം, ഈ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുക. ക്യാമ്പ് സംഘടിപ്പിക്കുന്ന സംഘടനകൾക്കനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചാണ് അനുയായികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വിദ്യാർത്ഥികളുടെ വലിയ പഠന ക്യാമ്പുകൾ അവധിക്കാലത്ത് നടക്കാറുണ്ട്. അത് ആ കുട്ടികളുടെ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠന ക്യാമ്പുകളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ പരിപാടി നടക്കുകയുണ്ടായി. ഒരു പഠന ക്യാമ്പ് നടത്തിയത് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSUവിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ ആ പഠന ക്യാമ്പ് എങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത്? മാധ്യമങ്ങളും മുഖ്യധാര മാപ്രകളും ഒന്നും അതൊരു ചർച്ചാ വിഷയമാക്കിയിട്ടില്ലെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചിട്ടുള്ളത്? ആ ക്യാമ്പിൽ വലിയൊരു അടിപിടി നടന്നു. ചെറിയ അടിപിടിയല്ല, ചോരയൊലിച്ചു, കൈപൊട്ടി, കൈമുറിഞ്ഞു, തലപൊട്ടി, രണ്ടുപേര് മോശമല്ലാത്ത പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. ആ ഓഡിറ്റോറിയം കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ ഗ്ലാസ് പൊട്ടി, അതുപോലെ കസേരകൾ തകർന്നു. ഒരുവിധം ആ ഓഡിറ്റോറിയമൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അവിടെ ഗാന്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഏറെ രസകരം. സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ ക്യാമ്പുകളിൽ അടിപിടി നടക്കുന്നത് വലിയ വാർത്തയല്ല. കാരണം അത്തരം അടിപിടികൾ കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ക്യാമ്പുകളിൽ നടക്കാറുണ്ട്. അത് ഗ്രൂപ്പിൻ്റെ പേരിലാണ്. ഇത്തരം ഗ്രൂപ്പുകളുടെ പേരിൽ ആളുകളെ പരസ്പരം മധു, ലാലാജി അടക്കം കുത്തിക്കൊന്ന പാരമ്പര്യവും കോൺഗ്രസിനുണ്ട്. വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ അടക്കം ഉടുമുണ്ടയച്ച ചരിത്രവും കോൺഗ്രസിനുണ്ട് പഴയ കാലത്ത്. അതുകൊണ്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പോഷക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് വൈര്യത്തിൻ്റെ പേരിൽ അടിയും പിടിയും കൊലപാതകവും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. ഈ KSUവിൻ്റെ ക്യാമ്പിൽ അടിപിടി നടന്നത് ഗ്രൂപ്പിൻ്റെ പേരിലല്ല. പിന്നെ എന്താ കാര്യം? മദ്യം വിളമ്പിയതിൻ്റെ പേരിലാണ്. ഇത് ദേശാഭിമാനി പറയുന്നതല്ല, കൈരളി പറയുന്നതല്ല. 24 ചാനൽ അടക്കമുള്ള ചാനലുകളിൽ ഈ KSU ക്യാമ്പിൽ നടന്ന ഈ സംഘർഷത്തെക്കുറിച്ച് ആദ്യ റിപ്പോർട്ടേ ഉള്ളൂ. പിന്നെ അതങ്ങ് മുങ്ങിപ്പോയി. കാരണം കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ പേരിലാണല്ലോ ഈ ആരോപണം ഇട്ടത്. അതുകൊണ്ട് ആദ്യ വാർത്ത വന്നു, അത് കഴിഞ്ഞ് ആ വാർത്ത അങ്ങ് മുങ്ങി. ആദ്യ വാർത്തയിൽ വളരെ കൃത്യമായി പറയുന്നു, മദ്യപാനത്തിൻ്റെ പേരിലാണ്, മദ്യക്കുപ്പികളുടെ പേരിലാണ് അടി നടന്നിട്ടുള്ളത്. നമ്മളതിൻ്റെ വിഷ്വൽസ് കണ്ട പ്രകാരം അവിടെ നല്ല പാട്ടും കൂത്തും ഒക്കെ നടന്നിട്ടുണ്ട്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ പാട്ടിലും കൂത്തിലും ഒക്കെ സജീവമായി പങ്കെടുക്കുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം ഈ അടിപിടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മറുപടി എന്താണ്? ഔദ്യോഗികമായി ഇവിടെ അത്തരത്തിലുള്ള ഒരു വാർത്താ റിലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റേതാണ് എന്ന് പറയുന്നോ, ഇപ്പം നടന്ന വിഷയമാണെന്ന തരത്തിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു? നിങ്ങൾ അന്വേഷിക്കുക. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഏതാണ് ദൃശ്യം? ഞാൻ ഇതുവരെ അത്തരത്തിലുള്ള ഒരു ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിന്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ നിങ്ങൾ കണ്ടോ ഈ സംഗതികൾ? നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാൻ ഡാൻസ് കളിച്ചത് അന്നാണെന്ന് ആരാ പറഞ്ഞത്? അവിടെ നടന്ന അടിപിടി അന്ന് നടന്നതാണെന്ന് ആരാ പറഞ്ഞത്? ഇയാളിങ്ങനെ ചോദ്യം ചെയ്യാണ്. ഞാൻ ഡാൻസ് കളിച്ചതും അടിപിടി നടന്നതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എന്നാൽ ഇവരെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് VD സതീശൻ പറഞ്ഞ എന്താണ്? അത് നമ്മൾ കേൾക്കണമല്ലോ. കുട്ടികൾ തമ്മിലുണ്ടായ തർക്കമായി കണ്ടാൽ മതിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അത് ഒരു കുട്ടികളല്ലേ, കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. VD സതീശൻ പറയാണ്, അതൊക്കെ കുട്ടികൾ തമ്മിലുള്ള അടിപിടിയല്ലേ, നമ്മളെപ്പോലെ പ്രായം പക്വതയൊന്നും ഉള്ളവരല്ലല്ലോ, കുട്ടികളല്ലേ, അവർക്ക് അതൊക്കെ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട VD സതീശ, കേരളത്തിലെ വിദ്യാർത്ഥി സംഘടന ഒറ്റയ്ക്ക് കേരളത്തിലെ സകല സർവകലാശാലകളും വർഷങ്ങളായി ഭരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന SFIയെ കുറിച്ച് എന്തായിരുന്നു താങ്കൾ പറഞ്ഞിരുന്നത്? ഈ SFIക്കാരുടെ നെറികേട് എന്തെല്ലാം വർത്താനാ പറഞ്ഞത്? ഇത്ര നീളുണ്ടായിരുന്നല്ലോ നാവിന് SFIക്കാരെ കുറിച്ച് പറയുമ്പോൾ. തമ്മാടിത്തം കാണിക്കുന്നവർ, റൗഡികൾ, എന്തൊക്കെയാ പറഞ്ഞത്? കേരളത്തിലെ കലാലയത്തിൽ 38 പേര് കൊല്ലപ്പെട്ടപ്പോൾ 33 പേരും കൊല്ലപ്പെട്ടത് SFIക്കാരാണെന്നും
SFIയുടെ കൈകൊണ്ട് ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന രാഷ്ട്രീയ സത്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. എന്നിട്ട് SFIക്കാരുടെ തലയിൽ കയറുന്ന VD സതീശൻ ഇപ്പം പറയാണ് അത് കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെയൊക്കെ പറ്റില്ലേ. നിങ്ങളങ്ങനെ പറയും. കാരണം പ്രിയപ്പെട്ട SFIയുടെ ഒരു വിദ്യാർത്ഥിയെ കോളേജിനകത്ത് കയറി കുത്തിക്കൊന്ന നിഖിൽ പൈലിയെ തോളിൽ കൈയിട്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ് ഇല്ലേ. അതുകൊണ്ട് അതൊക്കെ അവർ മാതൃകയാക്കാം. പക്ഷേ ഇവിടെ രസകരമായ കാര്യം മദ്യപാനത്തിൻ്റെ പേരിലാണ് ഈ അടിപിടി നടന്നത് എന്ന് ചാനലുകൾ മാത്രമല്ല പറയുന്നത്. KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേര് അനന്തകൃഷ്ണനാണ്. അനന്തകൃഷ്ണൻ ഒരു കണക്ക് പറയുന്നുണ്ട് അവിടുത്തെ മദ്യപാനത്തിൻ്റെ. വിഭാഗത്തിനോടുള്ള വൈരാഗ്യം മൂലമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തർക്കം അല്ലെങ്കിൽ അടിക്കുന്ന ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് കമ്മിറ്റി ആ ക്യാമ്പിൽ ഇരുന്നിട്ടുള്ളത്. ക്യാമ്പിൽ ഇരുന്ന് 70% ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ആ ക്യാമ്പിൽ പങ്കെടുത്ത 70% ആളുകളും മദ്യപിച്ചിരുന്നു എന്നാ പറഞ്ഞത്. നോക്കുങ്ങൾ, 70% ആളുകളും മദ്യപിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ മദ്യപാനികളുടെ ഒരു കണക്കുണ്ട്, സർക്കാരിൻ്റെ കണക്ക്. ആ കണക്ക് പ്രകാരം ഈ കേരളത്തിലെ ജനങ്ങളിൽ 12% ആളുകളാണ് പോലും മദ്യപാനികളിൽ, മദ്യം കഴിക്കുന്നവരിൽ. ഒരുപക്ഷെ ആ കണക്ക് തെറ്റാണെന്ന് തന്നെ നമ്മൾ കൂട്ടുക. നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് പരിശോധിക്ക്. ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 12% അല്ല, ഇത്തിരി കൂടി ഉണ്ട് കൂട്ടിക്കോ. എന്നാൽ പോട്ടെ, ഒരു 20%, അതിൻ്റെ ഇരട്ടി കൂട്ടിക്കോ, 25%. കേരളത്തിലെ ജനങ്ങളിൽ 25% ആളുകൾ മദ്യപാനികളാണ് എന്ന് ഒരു തർക്കത്തിന് വേണ്ടി നമുക്ക് അങ്ങ് സമ്മതിക്കാം. പക്ഷെ നോക്ക് നിങ്ങൾ, വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം KSUവിൻ്റെ യൂത്ത് കോൺഗ്രസ്സായി വരേണ്ട ആളുകൾ, അതായത് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയിൽ ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ അയാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടത്താണ്, പഠന ക്യാമ്പ്. നമ്മൾ ഭാവിയിൽ എങ്ങനെ പ്രവർത്തിക്കണം, നമ്മളെങ്ങനെ നാടിന് മാതൃകയാക്കണം, നമ്മളെങ്ങനെ മഹാത്മാഗാന്ധിയെ മാതൃകയാക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത്. അവിടെ പോയി പഠിപ്പിച്ചെന്താണ്? നിങ്ങൾ മദ്യപിക്കണം, എന്നിട്ട് അടിപിടി കൂടണം, മറ്റവൻ്റെ തല പൊളിക്കണം, ചോരയൊലിപ്പിക്കണം. അത് എത്ര പേർക്ക് ആ ക്യാമ്പിൽ പാസ്സായിട്ടുള്ളത്? ഇപ്പോൾ 70%, 30% പാവങ്ങൾ, 70% ആളുകൾ മദ്യപിക്കുകയാണ്. നോക്ക് നിങ്ങൾ, ഈ കേരളത്തിലെ ജനസംഖ്യയുടെ മദ്യപാനത്തിൻ്റെ അനുപാതത്തെക്കാൾ കൂടുതൽ KSUവിൻ്റെ ഒറ്റ ക്യാമ്പിൽ മദ്യപാനത്തിൻ്റെ അനുപാതം വർദ്ധിച്ചു. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തോ? രാഷ്ട്രീയ നിരീക്ഷകരുണ്ടല്ലോ പാതിരാത്രിയിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന, അവരാരെങ്കിലും ഇതിനെക്കുറിച്ച് ഗൗരവപരമായി ചർച്ച ചെയ്തോ? ചർച്ച ചെയ്യില്ല. എന്താ കാരണം? SFI ആയി നോക്കണ്ടേ. എന്നാൽ എന്തായിരുന്നു? എത്ര ദിവസം ഉണ്ടായിരുന്നു? എവിടേക്കാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പോകുന്നത്? പ്രത്യേക ഗവേഷണം, പ്രത്യേക പഠനം ഇല്ലേ, അശ്മിയുടെ ഒക്കെ നിരീക്ഷണം, ഇങ്ങനെ ചട്ടപടാന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള വാഗ്ദ്വാരണികൾ ഒന്നും നമ്മൾ കേട്ടില്ല. എന്താ കാരണം? KSU ആണ്, KSUവിൻ്റെ അടിപിടിയാണ്. ഇവരിങ്ങനെയല്ലേ വരൂ. നമ്മൾ BRM ഷഫീറിൻ്റെ ഒരു പ്രസംഗം ഓർത്തുപോയി ഞാൻ ഈ വാർത്ത കേട്ട. BRM ഷഫീർ കോൺഗ്രസ്സുകാർ ഇരിക്കുന്ന ഒരു സദസ്സിൽ, അതിനി പഠന ക്യാമ്പാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, കോൺഗ്രസ്സുകാർ മാത്രം. കാരണം നമുക്ക് ആ വാർത്ത കണ്ടാൽ മനസ്സിലാവും. അയാൾ ചോദിക്കുകയാണ് മുന്നിലിരിക്കുന്ന കോൺഗ്രസ്സുകാരോട്, നിങ്ങൾ കഴിക്കുന്ന മദ്യം ഏതാണ്? നാണിക്കണ്ടെന്നേ, നമ്മളൊക്കെ മദ്യം കഴിക്കുന്നവരല്ലേ, നിങ്ങളൊക്കെ കഴിക്കാമെന്ന് എനിക്കറിയാം. ഓരോരുത്തരുടെ നാണം. നിങ്ങൾ പറ, ഏതാ കഴിക്കുന്നത്? റമ്മാണോ, വിസ്കിയാണോ, ബ്രാൻഡിയാണോ? ഓരോന്ന് ചോദിക്കുക അയാൾ എന്താണ് പേര്. എന്നിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്, നിങ്ങൾ ആ പേര് പറഞ്ഞിട്ട് വേണം നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് അത് കടലാസിൽ കുറിച്ചിട്ട് ഇന്ന് വാങ്ങി കഴിക്കാൻ. രാത്രി അടിച്ചു കൊടിക്കണമെങ്കിലേ എന്ത് വേണം? ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞു. MDMA. ചേടാ, ഒരു കള്ളിന്റെ പേര് പറഞ്ഞു. ആരെങ്കിലും പറ. പിന്നെ നിങ്ങളെല്ലാം ഗാന്ധിയന്മാരല്ലേ? അല്ല, കയറ്റം DX 3X റമ്മ്, വേറെ ജോണി വാക്കർ, സേവാദാണ് പറ. ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു. MCH. പിന്നെ ചേട്ടന്റെ സാധനം ഏതാ? ഇവിടെ നേതാക്കന്മാരെല്ലാം പേനയെടുത്ത് പേപ്പറിൽ കുറിച്ച് വെച്ച് പോയി വാങ്ങാനല്ലേ അത്. അവിടെ പോയി ബിവറേജസിൽ പോയിട്ട് മക്കൾ ആരെങ്കിലും വിളിച്ചിട്ട് പറയും, ഡേ ആ BRM പ്രസംഗിച്ചപ്പോ പറഞ്ഞ സാധനത്തിന്റെ പേരെന്തരടേ? റമി മാർട്ടിൻ. 1 ലിറ്ററിന് 18,000 രൂപയാണ്. അടിച്ചു കൊരുത്ത് കിടക്കുകയാണ്. എത്ര മനോഹരമായ ക്ലാസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വിദ്യാർത്ഥികളെ, ഒരു സമൂഹത്തെ ബാധിക്കുന്നതാണ്. ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ ബോധത്തിലേക്ക് കുട്ടികൾ ഇങ്ങനെ പക്വതയായി വരികയാണ്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ 15 വയസ്സ്, +2 കഴിയുമ്പോൾ 17 വയസ്സ്. +2 വരെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ ഇടപെടലുകൾ പൊതുവെ കുറവാണ്. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴാണ് അവർ SFI ആയും KSU ആയും വിദ്യാർത്ഥി സംഘടനയിലേക്കും ചേരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 18 വയസ്സാവുന്നേ ഉള്ളൂ. 18 വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് മദ്യം തന്നെ കൊടുക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിൽ 18 ആവാത്തവരുണ്ടാവും. കാരണം 17 കഴിഞ്ഞ് ഈ കോളേജിൽ ചേർന്നവരുണ്ടാവും. അതുപോലും വിചാരണ ചെയ്യപ്പെടേണ്ട വിഷയമാണ്.
18 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം കൊടുക്കാൻ പാടില്ല എന്നാ. 23 വയസ്സ് വരെ ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണമൊന്നും എനിക്കറിഞ്ഞൂടാ. ഏതായാലും 18 വയസ്സിന് താഴെയുള്ളവരും ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. അവരും കഴിക്കുന്ന എന്താണ്? മദ്യമാണ് കഴിക്കുന്നത്. എനിക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, മാധ്യമങ്ങളൊന്നും ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് വിവരം തരില്ല. മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ പേജുകൾ ഞാൻ പരിശോധിച്ചു. ഉൾപേജിൽ 2 വരിയിൽ ഒതുക്കി ഒരു ചാനലുകളിലും ചർച്ച ചെയ്യപ്പെട്ടില്ല. ഈ സമൂഹത്തിനെ കൃത്യമായി ബാധിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നടങ്കം മദ്യപാന ശീലമടക്കം അടിപിടി ശീലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പ് നടന്നിട്ട് വിമർശിക്കാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനെയും നിങ്ങൾ ഈ നാട്ടിൽ കരുതണ്ട. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ കോളേജിലൊക്കെ ചേരാൻ പോകുന്ന സമയമാണ്. ആ കോളേജിൽ ചേരുമ്പോൾ ഈ നീല കൊടിയുമായിട്ട് ഇവർ വരും. അവരുടെ പേര് KSU എന്നാണ്. നിങ്ങളുടെ കുട്ടികളെ റാഞ്ചിക്കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കണം. റാഞ്ചിക്കൊണ്ടുപോയാൽ അവർ നേതൃത്വ ഗുണം പഠിപ്പിക്കുന്നത് 70% ആളുകളെങ്കിലും മദ്യപാനം പഠിപ്പിക്കുന്ന പരിപാടിയാണെന്ന് വളരെ കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ഈ വിദ്യാർത്ഥികൾ എവിടേക്കാണ് പോകുന്നതെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഈ സമയത്ത്, ഇതേ സമയത്ത് കേരളത്തിലെ SFIയും DYFIയും കേരളത്തിലെ കലാലയങ്ങളും സ്കൂളുകളും തുറക്കുന്നത് വൃത്തിയാക്കുന്ന പരിപാടിയിലായിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണം നൽകുന്ന തിരക്കിലായിരുന്നു. അങ്ങനെയുള്ള മാതൃക കാണിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് KSU എന്ന ഈ വിദ്യാർത്ഥി സംഘടനയും അവരുടെ പഠന ക്ലാസ്സിലൂടെ ഈ നാട് അവരെ കുറിച്ച് പഠിക്കണം. ആ അപകടത്തിലേക്ക് നിങ്ങളുടെ കുട്ടികൾ എത്തിച്ചേരുന്ന കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം കേരളത്തിലെ രക്ഷിതാക്കൾ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ, നിങ്ങൾ എത്ര ഒളിച്ചു വച്ചാലും ഈ സത്യം കേരളം ചർച്ച ചെയ്യപ്പെടാതെ പോവില്ല എന്ന കാര്യം നിങ്ങൾ അറിയുന്നതും നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.